ഹൈക്കോടതിയിൽ നിന്നൊരു വിവരം വരുന്നുണ്ട്. വിവരം എന്ന് പറഞ്ഞാൽ അതൊരു വിമർശനമാണ്. കാരണം പല റോഡുകളിലെയും യാത്ര ദുരിതമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. കൊച്ചിയിൽ നിന്ന് പൊന്നാനി വരെയുള്ള യാത്ര പ്രയാസമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരാമർശമുണ്ടായത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഇത്തരം കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളതാണ്. ഈ റോഡുകളെ കുറിച്ചൊക്കെ നേരത്തെയും കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിപ്പോൾ കൊച്ചിയിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതിനൊപ്പം നാട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധയിൽ വന്നിരിക്കുന്നു, അല്ലേ? അതെ, വിമർശനങ്ങൾ മാത്രമല്ല അഭിനന്ദനവും ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിയായ കേസുകൾ കുറേ നാളുകളായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് പരിഗണിക്കവെയാണ് സംസ്ഥാനത്തെ പല റോഡുകളിലെയും യാത്ര നിലവിൽ പ്രയാസകരമാണ് എന്ന് കോടതി അഭിപ്രായപ്പെട്ടത്. അതിൽ തന്നെ എറണാകുളം മുതൽ പൊന്നാനി വരെയുള്ള ഭാഗത്ത് യാത്ര അങ്ങേയറ്റം ദുസ്സഹമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ പിന്നീട് പൊന്നാനിയിൽ നിന്ന് കോട്ടയ്ക്കൽ വരെയുള്ള ഭാഗത്ത് യാത്ര സുഗമമായി സഞ്ചരിക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് വലിയ തോതിൽ ആശ്വാസം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇത് അങ്ങേയറ്റം ആശ്വാസകരമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെയും ഇക്കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയും വെള്ളക്കെട്ടിന് അറുതി വരുത്തിയതിന് നഗരസഭയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ തന്നെ കൊച്ചി നഗരത്തിൽ മുല്ലശ്ശേരി കനാൽ പോലുള്ള ഭാഗങ്ങളിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ മുന്നേറേണ്ടതുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ ഏതാനും കൽവർട്ടുകൾ ഇതിനോടകം തന്നെ ശുചീകരിച്ച് കഴിഞ്ഞതായി റെയിൽവേ കോടതിയെ അറിയിച്ചു. അതേസമയം തൃക്കാക്കര നഗരസഭയുടെ പരിധിയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ഇത് കൊച്ചി നഗരത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി.